നമസ്കാരം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ GSTR-1 നമുക്ക് ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കത് അതായത് നമ്മൾ ആദ്യം GSTയുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ആ GSTR-1 അപ്ഡേഷൻ എന്താ കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ റിട്ടേൺ ഡാഷ്ബോർഡിൽ വരിക. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് റിട്ടേൺ ആയ ഏപ്രിൽ മാസത്തെ റിട്ടേണിലാണ് നമ്മളെ ഈ ഒരു GSTR-1 അപ്ഡേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഏപ്രിൽ മാസം സെലക്ട് ചെയ്യുക, എന്നിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്യുക. അതായത് 22-23 ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഏപ്രിൽ മാസം സെലക്ട് ചെയ്യുക, സെർച്ച് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ GSTR-1 പ്രിപ്പയർ ഓൺലൈനിൽ വരിക. അപ്പോൾ പ്രിപ്പയർ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ടേബിളിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ നമുക്കിവിടെ താഴെ കാണാം, നമുക്കിവിടെ സബ്മിറ്റ്, അതേപോലെ ആ സബ്മിറ്റ് എന്നുള്ള അതേപോലെ ജനറേറ്റ് GSTR-1 സമ്മറി ഈ ഒരു കോളം ഇവിടെ പോയിട്ടുണ്ട്. അതിവിടെ നമുക്കിവിടെ ഒരു ടിക്ക് ഇട്ടിട്ട് ഇവിടെ ജനറേറ്റ് സമ്മറി എന്നൊരു ഓപ്ഷൻ കൊടുക്കാമെന്ന് ആ ഒരു കോളം ഇവിടെ ഒഴിവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അതിന് പകരം ഇവിടെ താഴെ റൈറ്റ് സൈഡിൽ കാണാം ജനറേറ്റ് സമ്മറി എന്നുള്ള ഒരു ഒറ്റ ടാബ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നിൽ റിട്ടേൺ ആണ് ഫയൽ ചെയ്യാൻ പോകുന്നത്. അവിടെ ഞാനിവിടെ ജനറേറ്റ് സമ്മറി ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ജനറേറ്റ് സമ്മറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ജനറേറ്റ് സമ്മറി റിക്വസ്റ്റ് ഹാസ് ബീൻ റിസീവ്ഡ്, പ്ലീസ് ചെക്ക് സ്റ്റാറ്റസ് ഇൻ സം ടൈം എന്ന് കാണാം. അപ്പോൾ നമ്മൾ നേരെ വീണ്ടും മേലോട്ട് വരിക. മേലെ വന്നിട്ട് ഇവിടെ റിഫ്രഷ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് താഴോട്ട് വരിക. അപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ഇപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രൊസീഡ് ടു ഫയൽ ഒരു സമ്മറി എന്ന് കാണാം. അവിടെ പ്രൊസീഡ് ടു ഫയലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളിവിടെ അതായത് ജനറേറ്റ് സമ്മറി ചെയ്തതിന് ശേഷം എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഡിലീറ്റ് ആവും. ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊസീഡ് ടു ഫയൽ സമ്മറിയിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രൊസീഡ് ടു ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ടാക്സ് പീരീഡ് ഏപ്രിൽ, അതേപോലെ നമ്മുടെ GST നമ്പർ, ഫിനാൻഷ്യൽ ഇയർ, അതേപോലെ റെഡി ടു ഫയൽ എന്ന് കാണാം. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ B2B അതേപോലെ B2B റെഗുലർ ഇൻവോയ്സ് എത്ര വെച്ചാൽ ആ ഇൻവോയ്സിൻ്റെ അമൗണ്ടും കാര്യങ്ങളും ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ ഇല്ലായതുകൊണ്ടാണ് കാണാത്തതുകൊണ്ട് ഇനി നേരെ താഴോട്ട് വരിക. അപ്പോൾ നമ്മളെ എക്സ്പോർട്ട് ഇൻവോയ്സ്, അതേപോലെ B2C ബില്ലുകൾ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, നിൽ റേറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഒരൊറ്റ പേജിൽ തന്നെ നമുക്ക് കാണാം, വാല്യൂ ആയിട്ട് കാണാം. എന്നിട്ട് നമുക്ക് താഴെ വന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഫയൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ വരും. ഇവിടെ എല്ലാം നമ്മൾ ഇല്ലായതുകൊണ്ട് ഇവിടെ ഒന്നും നോക്കാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് സമ്മറി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ പോയിട്ട് കാണാം. നേരത്തെ ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടാകും, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ താഴെ വരിക. ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റ്സും HSN സമ്മറിയൊക്കെ കാണാം നമുക്കിവിടെ. അപ്പോൾ നമുക്കിവിടെ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് സമ്മറി വേണമെങ്കിൽ PDF ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളിവിടെ ഫയൽ സ്റ്റേറ്റ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബോക്സ് ഇവിടെ കാണാം, അതിൽ ടിക്ക് ചെയ്യുക. എന്നിട്ട് പ്രൊപ്പറേറ്റർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഫയൽ വിത്ത് EVC DSH ഫയൽ ചെയ്യാം. അവിടെ ഫയൽ വിത്ത് EVC വെച്ച് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു OTP വന്നിട്ടുണ്ട്, ആ OTP വെച്ച് നമുക്ക് ഫയൽ ചെയ്യാം. അപ്പോൾ OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുള്ള സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് നമ്മൾ ഫയലിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫയൽ ചെയ്യണതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് നേരത്തെ നമുക്ക് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പം നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഫയൽ ചെയ്യണതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്ക് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അവിടെ റീസെറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് പെട്ടെന്ന് ഫയൽ ചെയ്യാനും കഴിയും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഈ ഒരു അപ്ഡേഷൻ കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.